ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ ലേബേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ചില ഫാക്ടറികളിലെ കാര്യങ്ങൾ നടത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെഷീൻസിനെ യൂസ് ചെയ്തിട്ടും ആയിരിക്കാം. അപ്പോൾ എവിടെയാണോ ഈ മെഷീനറീസ് ലേബേഴ്സിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അവിടെയാണ് അവർ കൂടുതലായിട്ടും മെഷീൻ അവർ റേറ്റിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ അവർ. ഒരു മണിക്കൂറിൽ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനോ റൺ ചെയ്യാനോ വരുന്ന കോസ്റ്റിനെയാണ് ഇത് പറയുന്നത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ജസ്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കുക. മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ചെലവുകൾ എത്രയാണെന്ന് നോക്കുക. അതേ ഡിവൈഡഡ് ബൈ എത്ര മണിക്കൂർ കൊണ്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര മെഷീൻ അവേഴ്സ് അവിടെ യൂസ് ചെയ്തു എന്നുള്ളത്. ആ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തോരം ചെലവ് വന്നിട്ടുണ്ട്, ഓവർ ഹെഡ് വന്നിട്ടുണ്ട്, ബൈ എത്ര മണിക്കൂർ അതിന് വേണ്ടി എടുത്തു എന്നുള്ളത് നോക്കുക. അതായത് വർക്കിംഗ് അവർ ആണ് എടുക്കുന്നത്. ഇനി സെപ്പറേറ്റ് മെഷീൻ അവർ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് മെഷീൻ. ഓരോ മെഷീനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഒരു പോയിന്റ് ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 10-13 പോയിന്റ് ഉണ്ട്, ഇത് നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഡിവൈഡ് ഓവർ ഹെഡ്സ് റിലേറ്റിംഗ് ടു ദ മെഷീൻ ഇൻടു 2. ആദ്യം തന്നെ മെഷീനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഓവർ ഹെഡിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡിംഗ് ചാർജസ്. സ്റ്റാൻഡിംഗ് ചാർജ് പറഞ്ഞാൽ ആ ചാർജ് നമുക്ക് ഫിക്സഡ് ആയിരിക്കും. സ്റ്റാൻഡിംഗ് ചാർജ് എന്നും പറയാം, ഫിക്സഡ് ചാർജ് എന്നും പറയാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വേരിയബിൾ മെഷീൻ എക്സ്പെൻസുകളാണ്, വേരിയബിൾ ചാർജസ്. അപ്പോൾ ഫിക്സഡ് ചാർജും വേരിയബിൾ ചാർജുമാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മെഷീനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഓവർ ഹെഡിനെ രണ്ടായിട്ടാണ് ആദ്യം നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് ഫിക്സഡ് ചാർജും രണ്ട് വേരിയബിൾ ചാർജും. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുക റെന്റ്, റേറ്റ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ്, സൂപ്പർവിഷൻ, വേജസ് ഓഫ് ഓപ്പറേറ്റർ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആൻഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. ഇത്രയും ഐറ്റംസ് ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചിലതെങ്കിലും ഓരോ ഓർഗനൈസേഷനും ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തായിട്ടാണ്? സ്റ്റാൻഡിംഗ് ചാർജ് ആയിട്ടാണ്. സ്റ്റാൻഡിംഗ് ചാർജ് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്? ഫിക്സഡ് ആണ്. ഇൻഷുറൻസ്, റെന്റ്, റേറ്റ്, ലൈറ്റിംഗ്, വേജ്, ഓപ്പറേറ്റർ കൊടുക്കുന്ന ഓയിൽ വാങ്ങുന്നത്, അതൊക്കെ എന്താ ഫിക്സഡ് ചാർജിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കിട്ടിയ ഓവർ ഹെഡിനെ 2000 ആദ്യം ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നു. അതിൽ ഏതാണ് ഫിക്സഡ് ചാർജ് നോക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ, പവർ, റിപ്പയർ, സ്റ്റീം, വാട്ടർ എക്സെട്ര മേ ബി ട്രീറ്റഡ് ആസ് മെഷീൻ എക്സ്പെൻസസ്. മെഷീന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കും. അപ്പോൾ ആ ഒരു ഡിപ്രീസിയേഷനും അതിന് യൂസ് ചെയ്യുന്ന പവറും റിപ്പയറും സ്റ്റീം വാട്ടറും ഇതൊക്കെ മെഷീൻ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഡിപ്രീസിയേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് ചാർജസ് ആയിട്ടും അതേപോലെ തന്നെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മെഷീൻ്റെ ഇതിൽ തന്നെ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് ചാർജ് ആയിട്ടാണ്. ചിലപ്പോൾ എന്താണ് കൺവീനിയൻസ് അനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയാറുണ്ട്. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജസ്. ഇനി മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മെഷീൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു മെഷീനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. കാരണം ഒരു സ്ഥാപനത്തിൽ 10 മെഷീൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ മെഷീനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചാർജ് കണക്കാക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജ് എത്രയാണ് വന്നത് നോക്കുക. ഫോർ എ പീരീഡ്, അതായത് ഒരു ദിവസത്തിലോ ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ ഒരു വർഷത്തിലൊക്കെ ഒരു മെഷീന് എത്രയാണ് മൊത്തം എക്സ്പെൻസ് വന്നിരിക്കുന്നത് നോക്കുക. അത് ഡിവൈഡഡ് ബൈ അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് നോക്കുക. ആ ഒരു പീരീഡ്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ദിവസം അതിന് എത്രയാണോ സ്റ്റാൻഡിംഗ് ചാർജ് വന്നത് ഡിവൈഡഡ് ബൈ ആ ഒരു ദിവസത്തിൽ എത്ര അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ എത്ര സ്റ്റാൻഡിംഗ് ചാർജ് വന്നു ഡിവൈഡഡ് ബൈ ഒരു മാസത്തിൽ എത്ര ആ പീരീഡ് വർക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സ്റ്റാൻഡിംഗ് ചാർജസ് പെർ മെഷീൻ അവർ കിട്ടുക. ഒരു മണിക്കൂറിന് മെഷീൻ യൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെയാണ് സ്റ്റാൻഡിംഗ് ചാർജ് വന്നതെന്ന് കിട്ടാനുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ദ മെഷീൻ എക്സ്പെൻസസ് ആർ ടു ബി എസ്റ്റിമേറ്റഡ് സെപ്പറേറ്റ്ലി. ഇനി മെഷീൻ്റെ എക്സ്പെൻസുകളെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. അതായത് നോർമൽ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് പറയുന്നത്. ദീസ് ആർ ഡിവൈഡഡ് ബൈ ദ നോർമൽ വർക്കിംഗ് അവേഴ്സ്. അതായത് ഇഫക്റ്റീവ് ആയിട്ട് എത്ര വർക്കിംഗ് അവേഴ്സ് വന്നു അത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇറ്റ് ഗിവ്സ് അവർലി റേറ്റ്സ് ഫോർ ഈച്ച് ഐറ്റം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിനും ഒരു മണിക്കൂറിൽ എത്ര റേറ്റ് വന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് ദ ടോട്ടൽ ഓഫ് സ്റ്റാൻഡിംഗ് ചാർജസ് പെർ അവർ ആസ് പെർ 5. ഇത് പ്രകാരം നമുക്ക് ഒരു മണിക്കൂറിന് എത്രയാണോ വന്നത് അത് നമുക്ക് മെഷീൻ അവർ റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ, ഒരു മണിക്കൂറിൽ എത്ര സ്റ്റാൻഡിംഗ് ചാർജ് വന്നിട്ടുണ്ടോ, മെഷീൻ എക്സ്പെൻസസ് പെർ അവർ വന്നിട്ടുണ്ടോ, അത് വെച്ചിട്ട് നമുക്ക് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എട്ടാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് ഈസ് കമ്പ്യൂട്ടഡ്. ഇനി സാധാരണ രീതിയിൽ മെഷീൻ അവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. അതായത് ഓപ്പറേറ്റർക്ക് കൊടുക്കുന്ന ഡയറക്റ്റ് വേജ്, മെഷീൻമെന്റ് കൊടുക്കുന്ന ഡയറക്റ്റ് വേജ്, മെഷീൻ അറ്റൻഡന്റ്, ഈ 3 ആൾക്കാരുടെയും വേജ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല. ഒൻപതാമത്തെ പോയിന്റിൽ ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ് MHR ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് വേജസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഡയറക്റ്റ് വേജസ് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ 3 പേർക്ക് കൊടുക്കുന്നത് ഓപ്പറേറ്റർ, മെൻ ആൻഡ് അറ്റൻഡന്റ്, അവർക്ക് കൊടുക്കുന്നത് എക്സ്ക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് 10ാമത്തെ പോയിന്റ് പറഞ്ഞാൽ വൈൽ കാൽക്കുലേറ്റിംഗ് നോർമൽ വർക്കിംഗ് അവേഴ്സ് ഐഡിൽ ടൈം
മെയിൻ്റനൻസ് ടൈം ആൻഡ് സെറ്റിംഗ് അപ്പ് ടൈം ഷുഡ് ബി ഡിഡക്റ്റഡ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ വർക്കിംഗ് അവേഴ്സ് മാത്രമേ എടുക്കുള്ളൂ. അല്ലാണ്ട് ആ മെഷീൻ ഉപയോഗിക്കാതിരുന്ന സമയങ്ങൾ, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച സമയങ്ങൾ, അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് ടൈം, അതെല്ലാം നമ്മൾ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ദിസ് ഗിവ്സ് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാത്രം നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് എത്ര വർക്ക് ചെയ്തു എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി 11ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സം ടൈം വർക്കിംഗ് അവേഴ്സ് മെ നോട്ട് ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ വർക്കിംഗ് അവേഴ്സ് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ഫ്രം പവർ കോസ്റ്റ്. പവർ കോസ്റ്റിൽ നിന്നാണ് നമ്മൾ അത് അസർട്ടൈൻ ചെയ്തെടുക്കേണ്ടത്. ഇനി 12ാമത്തെ പോയിന്റിൽ സ്റ്റാൻഡിംഗ് ചാർജസ് ആർ യൂഷ്വലി ഗിവൺ ഫോർ ദ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റും എത്രയാണ് സ്റ്റാൻഡിംഗ് ചാർജസ് വന്നിട്ടുള്ളത് തരും. ദെൻ ദേ ആർ ടു ബി അപ്പോർഷൻഡ്. അങ്ങനെ ആ ചാർജ് വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പോർഷൻ ചെയ്യാം. മെഷീൻ ഓൺ ആൻ ഇക്വിറ്റബിൾ ബേസിസ്. ഒരു നീതിയുക്തമായിട്ട് അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ ആ ചെലവിനെ അത് അപ്പോർഷൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് MHR ഈസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് എ മെഷീൻ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരു മണിക്കൂറിൽ ഒരു മെഷീൻ റൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി ഇവിടെ MHR കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ബേസിസ് അടിസ്ഥാനം പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡിംഗ് ചാർജും ഫിക്സഡ് മെഷീൻ എക്സ്പെൻസും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിംഗ് ചാർജ് പറഞ്ഞാൽ റെന്റും റേറ്റും സ്റ്റാൻഡിംഗ് ചാർജാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഷീൻ ഇരിക്കുന്ന ഏരിയ എത്രയാണോ അതിന്റെ ബേസിസിലാണ് അത് ഡിവൈഡ് ചെയ്ത് എടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ലൈറ്റിങ്ങും ഹീറ്റിങ്ങും. ആ മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ലൈറ്റും ഹീറ്റും ഒക്കെയാണ്. അപ്പോൾ എത്ര ലൈറ്റ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ്, ഓൺ ദ ബേസ് ഓഫ് ഫ്ലോർ ഏരിയ. അപ്പോൾ എത്ര ലൈറ്റ് പോയിന്റ് യൂസ് ചെയ്തതിന്റെ ബേസിലോ, എത്ര എംപ്ലോയീസ് ആ മെഷീനിൽ വർക്ക് ചെയ്യുന്നതിന്റെ ബേസിലോ, എത്ര ഏരിയയിലാണ് ആ മെഷീൻ കിടക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇതിന്റെ ബേസിലാണ് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുക. സൂപ്പർവിഷന്റെ ബേസിൽ വരുമ്പോൾ ഒരു സൂപ്പർവൈസർ ഓരോ മെഷീന് വേണ്ടി എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഓയിൽ, വേസ്റ്റ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സിന്റെ ഒക്കെ ബേസിലാകുമ്പോൾ മുന്നേ നമുക്ക് എത്രയാണോ ഇതിന് വേണ്ടിയിട്ടൊക്കെ ചാർജ് വന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെഷീനും നമ്മൾ എത്ര രൂപയുടെയാണോ ഇൻഷുറബിൾ വാല്യൂ കണക്കാക്കിയിട്ടാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് വെച്ചാൽ അതിന്റെ പ്രൊപ്പോർഷനിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാൻഡിംഗ് ചാർജസിന് ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. രണ്ടാമത് വരുന്നത് മെഷീൻ എക്സ്പെൻസുകളാണ്. മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഒന്ന് അതിന്റെ ഡെപ്രീസിയേഷൻ, പവർ, റിപ്പയർ. അപ്പോൾ അതിൽ കോസ്റ്റ് എത്രയാണോ മെഷീനറി വാങ്ങാൻ വേണ്ടി വന്ന ചെലവ് പ്ലസ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചാർജ് വന്നിട്ടുണ്ടാവും. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച് കുറേ വർഷം കഴിയുമ്പോൾ അത് വിൽക്കുക. അത് വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വില അവിടെ കിട്ടിയിട്ടുണ്ടാവും. അതിനാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ മെഷീൻ 10,000 രൂപ കൊടുത്ത് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ 2,000 കൊടുത്തു പറഞ്ഞാൽ 10,000 പ്ലസ് 2,000 അപ്പോൾ 12,000 മൈനസ് അത് കൊടുക്കുന്ന സമയത്ത് 1,000 രൂപയാണ് വില കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ ആ 12,000 1000 കുറച്ച് 11,000 ബൈ എത്രയാണ് അത് വർക്ക് ചെയ്ത അവേഴ്സ് എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ കിട്ടും. ഇനി പവർ ആണെച്ചാൽ ആക്ച്വൽ എത്ര അത് കൺസ്യൂം ചെയ്തു, ശരിക്കും എത്ര ഉപയോഗിച്ചോ അതാണ് അവിടെ പവറിന്റെ ബേസിസ്. റിപ്പയർ എന്ന് പറയുമ്പോൾ ആക്ച്വൽ മെഷീൻ വൈസ് ആണ് നമ്മൾ റിപ്പയർ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 10 മെഷീനറി വെച്ചാൽ ഓരോ മെഷീനും എത്രയാണ് റിപ്പയർ ചാർജ് വന്നോ അതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എക്സ്പെൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ പെർ മെഷീൻ അവർ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഗിവൺ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടില്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കാണുന്ന മെത്തേഡാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് വാങ്ങിയ കോസ്റ്റ്, ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന കോസ്റ്റ്, അതൊന്ന് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വില ഡിവൈഡ് ബൈ അതിന്റെ നമ്പർ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഇയേഴ്സ് കൊടുക്കാം. എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുക? ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഗിവൺ. ഡിപ്രീസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ. ഇനി ഡിപ്രീസിയേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷം എത്രയാണോ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ഒരു വർഷത്തിലുള്ള മെഷീൻ അവർ റേറ്റ് ആണ് ഡിപ്രീസിയേഷൻ തന്നാൽ കാണേണ്ടത്. ഇനി ഒപ്പം തന്നെ ഓൾട്ടർനേറ്റീവ്ലി ഡിപ്രീസിയേഷൻ പെർ മെഷീൻ അവർ ക്യാൻ ബി ഡയറക്ട്ലി കാൽക്കുലേറ്റഡ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതേ ഇക്വേഷൻ തന്നെയാണ് കോസ്റ്റ് ഇൻസ്റ്റലേഷൻ മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ അതിന്റെ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് അവേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ ബേസിസിൽ നമുക്കിവിടെ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മെഷീൻ അവർ റേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മെഷീൻ വാങ്ങാൻ 8,000 രൂപയാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ 2,000 രൂപ, 10 വർഷം ഉപയോഗിച്ചതിന് ശേഷം വിറ്റപ്പോൾ നമുക്ക് 2,000 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് റേറ്റും റെന്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഷോപ്പിന്റെ ഒരു ക്വാർട്ടർ പോർഷനാണ് 300 രൂപ വരുന്നുണ്ട്. ജനറൽ ആൻഡ് ലൈറ്റിംഗ് കൊടുക്കുന്നത് 20 രൂപയാണ് പെർ മന്ത് കൊടുത്തിരിക്കുന്നത്. ഷോപ്പിന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കുള്ള സാലറി 600 രൂപ, ഒരു ക്വാർട്ടറിന് 600 രൂപ. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട് 60 രൂപ ഒരു വർഷത്തിൽ. പിന്നെ റിപ്പയർ ഒക്കെ വരികയാണെന്ന് വെച്ചാൽ 100 രൂപ പെർ ആനാണ് യൂസ് ചെയ്യുന്നത്. പവർ 2 യൂണിറ്റ്സ് പെർ അവർ, ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ് പവർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ₹5 പെർ 100 യൂണിറ്റ്സ്, അങ്ങനെ 100 യൂണിറ്റ് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ 5 രൂപയാണ് വരുന്നത്. ആ ഒരു മെഷീൻ്റെ എസ്റ്റിമേറ്റ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 2000 അവേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ദ മെഷീൻ ഓക്യുപ്പൈസ് 1/4 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷോപ്പ്. ഷോപ്പിന്റെ 1/4 ഭാഗത്തോളം മെഷീൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. സൂപ്പർവൈസർ ഈസ് എക്സ്പെക്ടഡ് ടു ഡിവോട്ട് 1/6 ഓഫ് ഹിസ് ടൈം. ഇനി സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഏകദേശം 1/6 ഭാഗം ഈ മെഷീനെ നോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ജനറൽ എക്സ്പെൻസുകളൊക്കെ പോർഷൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് നേരത്തെ നമ്മൾ ചെയ്ത ഈ മോഡലാണ്. സ്റ്റാൻഡിംഗ് ചാർജസ് കാണാം, മെഷീൻ എക്സ്പെൻസും കാണാം. അപ്പോൾ
ആദ്യം നമുക്ക് സ്റ്റാൻഡിംഗ് ചാർജസ് നോക്കാം. സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ മുന്നേ, റെന്റ് റേറ്റ്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം റെന്റും റേറ്റും ഒക്കെ എത്ര രൂപയാണ് വരുന്നത്? 300 രൂപയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റെന്റും റേറ്റും ഒക്കെ 300 രൂപയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 300ന്റെ എത്ര പോർഷനാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്? ഷോപ്പ് ഫ്ലോർ ഏരിയയുടെ ബേസിസിൽ കണക്കാക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ ഷോപ്പിന്റെ 1/4 ഇത് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് ഈ മെഷീൻ. അപ്പോൾ 300ന്റെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എത്രയാണോ ടൈം കൊടുത്തിരിക്കുന്നത് അത് ഇൻറ്റു 1/4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. കാരണം ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റേറ്റ്സ് ആൻഡ് റെന്റ് ഫോർ എ ക്വാർട്ടർ ഓഫ് ദ ഷോപ്പ് 1/4 ആണ് വന്നിരിക്കുന്നത്. നാലിലൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അത്ര തന്നെ കാണേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് റെന്റ് റേറ്റ് 300 രൂപ എന്നറിയാം. 300 × 4 × 1/4 ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ജനറൽ ലൈറ്റിംഗ് ആണ്. 20 പെർ മന്ത് ആണ്. ഒരു മാസത്തേക്ക് 20 രൂപയാണ് വന്നിരിക്കുന്നത്. അതും ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ജനറൽ ലൈറ്റിംഗ് 20 പെർ മന്ത്, ഒരു മാസം 20 രൂപ. ഇവിടെ നമുക്ക് ക്വാർട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ 4 വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ മന്ത് ആണെങ്കിൽ എത്രയായിരിക്കും? നമുക്ക് ഒരു മാസം അറിയാൻ വേണ്ടി 12 മാസമല്ലേ വരുന്നത്. അപ്പോൾ 12 × 1/4 ചെയ്യുക. 20 × 12 × 1/4 അപ്പോൾ 60 കിട്ടി. സൂപ്പർവൈസറുടെ സാലറി എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം ഒരു ക്വാർട്ടറിന് 600 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 600 × ക്വാർട്ടർ വരുമ്പോൾ 4 ആണ് വരുന്നത്. 4 × ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1/6 ടൈമാണ് അദ്ദേഹം ഈ മെഷീനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 600 × 4 × 1/6 ചെയ്യുമ്പോൾ 400 വരും. ഇനി ഇൻഷുറൻസ് പ്രീമിയം വരുന്നുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 60 രൂപയാണ് പെർ ആനം. ഒരു വർഷം 60 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇൻഷുറൻസ് പ്രീമിയം ഒരു വർഷത്തേക്ക് ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ ഡയറക്റ്റ് തന്നെ എഴുതാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജസ് പെർ ആനം. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു വർഷം സ്റ്റാൻഡിംഗ് ചാർജ് മാത്രമായിട്ട് ഫിക്സഡ് ആയിട്ട് വരുന്നത് 820 രൂപയാണ്. അപ്പോൾ സ്റ്റാൻഡിംഗ് ചാർജ് പ്രകാരമാണെങ്കിൽ നമ്മുടെ മെഷീനറി എത്ര ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. എത്രയാണ്? 820 ആണ് ഇപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയത്, മൊത്തം വന്ന ചാർജ് എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ 2000 ആണ് മെഷീൻ അവേഴ്സ് അവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് അവേഴ്സ് മെഷീൻ എത്രയാണ് ഒരു വർഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ആകെ 2000 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കുള്ള അതിൻ്റെ സ്റ്റാൻഡിംഗ് ചാർജ് കിട്ടിക്കഴിഞ്ഞു 820 ബൈ അത് എത്ര ഒരു വർഷം വർക്ക് ചെയ്ത ടൈം എന്ന് പറയുന്നത് 2000 മണിക്കൂറാണ്. അപ്പോൾ 820 ബൈ 2000 ചെയ്യുമ്പോൾ 0.41 ആണ് നമുക്ക് ഒരു മണിക്കൂറിനുള്ള സ്റ്റാൻഡിംഗ് ചാർജ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് മെഷീൻ എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാൻഡിംഗ് ചാർജ് പെർ അവർ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ടോട്ടൽ 820 കിട്ടി ബൈ 2000 ആണ്. 2000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് അവർ 2000 ആണ് ഒരു വർഷത്തിലത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 2000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.41 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി മെഷീൻ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിംഗ് ചാർജ് ആണ് ടോട്ടലി കണ്ടുപിടിച്ചത്. ഇനി മെഷീൻ എക്സ്പെൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെഷീൻ എക്സ്പെൻസ് കാണുമ്പോൾ നമ്മളിവിടെ തന്നിട്ടുണ്ടല്ലോ ഈ ഒരു ബോക്സിൽ ഡിപ്രീസിയേഷനും പവറും റിപ്പയറും ആണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കറിയാലോ എങ്ങനെയാണ് ആ ഒരു മെഷീനറി വാങ്ങാൻ വന്ന ചിലവ് പ്ലസ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ചിലവ് മൈനസ് അത് വിൽക്കുമ്പോൾ കിട്ടിയ എമൗണ്ട് ഡിവൈഡ് ബൈ അതിൻ്റെ മെഷീൻ അവർ വർക്കിംഗ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ 8000 രൂപയാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ 2000, വിൽക്കുമ്പോൾ 2000. അപ്പോൾ 8 2 10 മൈനസ് 2 അപ്പോൾ എത്ര വരിക? 8000 ആണ് വരുന്നത്. 8ഉം 2ഉം 10,000. അത് ഇന്ന് 2000 രൂപ അത് വിറ്റപ്പോൾ കിട്ടിയപ്പം ബാലൻസ് 8000 ആണ് വരുന്നത്. ബൈ 10 × 2000 ആണ് വരുന്നത്. അപ്പോൾ അതിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഈ 10 എന്ന് വന്നത് മെഷീൻ എത്ര വർഷം ഉപയോഗിച്ചിട്ടുണ്ട്? 10 വർഷം ഈ മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് വിൽക്കുമ്പോൾ 2000 കിട്ടിയത്. അപ്പോൾ ഒരു വർഷം 2000 ആണെങ്കിൽ 10 വർഷം 2000 വെച്ചിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ഈ രീതിയിൽ കണക്കാക്കിയിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാങ്ങിയത് 8000 രൂപയ്ക്ക് 2000 രൂപ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് 10 വർഷം ഉപയോഗിച്ചതിന് ശേഷം വിൽക്കുമ്പോൾ കിട്ടിയത് 2000 രൂപ. അപ്പോൾ അതിൽ നമ്മൾ 8000 പ്ലസ് 2000 10,000 മൈനസ് 2000 8000 വരും. ഡിവൈഡ് ബൈ 2000 രൂപയാണ് 2000 ആണ് ഒരു വർഷത്തേക്ക് സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് 10 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 2000 ആണ് ആ ഒരു മെഷീൻ്റെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിൽ വർക്കിംഗ് അവേഴ്സ് 2000 ആണ്. അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ എത്ര വർഷം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്? 10 വർഷം. കാരണം ഇവിടെ കൃത്യമായി പറയുന്നുണ്ടല്ലോ സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ വിൽക്കുമ്പോഴാണ് 2000. അപ്പോൾ 10 വർഷം അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു വർഷം മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 2000 വർക്കിംഗ് അവേഴ്സ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 വർഷം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് കാണിക്കാൻ കാരണം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.40. അതായത് ഇവിടെ 8000 ഡിവൈഡഡ് ബൈ 20,000 ആണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.40 എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പയേഴ്സ് ആണ്.
റിപ്പയേഴ്സ് എന്ന് പറയുമ്പം റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 100 ആണ്, 100% ആണ്. കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് 100 പെർ ആനം. ഒരു വർഷം നമ്മൾ 100 രൂപയാണ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 2000 ആണ്. കാരണം മെഷീന് വേണ്ടിയിട്ടാണ് റിപ്പയർ വരുന്നത്. മെഷീൻ അവർ എന്ന് പറയുന്നത് 2000 ആണ് ഒരു വർഷം വരുന്നത്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 2000 പറയുമ്പോൾ നമുക്ക് വരുന്നത് 0.05 ആണ്. മെഷീന് വേണ്ടി യൂസ് ചെയ്യുന്ന അടുത്ത കാര്യമാണ് പവർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡിങ് ചാർജ് ആണ് കണ്ടുപിടിച്ചത്. പിന്നെ നമ്മൾ മെഷീൻ എക്സ്പെൻസ്, അതിലിപ്പോൾ ഡിപ്രീസിയേഷൻ കണ്ടു, പവർ കണ്ടു, റിപ്പയർ കണ്ടു. അപ്പോൾ അതിന്റെ ബേസിസിലാണ് അത് ഡിപ്രീസിയേഷൻ ആയി, റിപ്പയർ ആയിട്ടുണ്ട്, പവർ ആയിട്ടുണ്ട്. പവർ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 യൂണിറ്റ് പെർ അവർ. ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ് പവർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ 100 യൂണിറ്റ് വരെ വരുന്നത് എത്ര രൂപയെ വരുന്നുള്ളൂ? 5 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ബേസിസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 2 യൂണിറ്റ് ആണ് 1 അവറിൽ വരുന്നത്. ഓക്കെ, ഇൻറ്റു അങ്ങനെ 5 രൂപയാണ് വരുന്നത്. 100 യൂണിറ്റ് വരെയും നമുക്ക് വരുന്നത് എത്രയാണ്? 5 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 2 ഇൻറ്റു 5 പെർ അവർ, 2 യൂണിറ്റ് പെർ അവർ. ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ് പവറാണ് യൂസ് ചെയ്യുന്നത്. 5 രൂപയാണ് വരുന്നത്. 2 ഇൻറ്റു 5 10, 10 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.10 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. 0. അപ്പോൾ ഇത് നമ്മൾ പെർ ഇയർലിക്കാണ് എപ്പോഴും ഏത് കാണുന്നത്? സ്റ്റാൻഡിങ് ചാർജ് ഒരു വർഷത്തേക്കാണ് കാണുന്നത്. ഇത് നമ്മൾ കാണുന്നത് പെർ അവറിലേക്കാണ്. ഒരു മണിക്കൂറിലേക്ക് എത്രയാണ് മെഷീൻ അവർ റേറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് മെഷീൻ എക്സ്പെൻസുകൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 0.96 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് മെഷീൻ അവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. സ്റ്റാൻഡിങ് ചാർജസ് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് പോയത് എന്നുള്ളത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മെഷീൻ എക്സ്പെൻസുകളാണ്. മെഷീൻ എക്സ്പെൻസ് ആണ് മെഷീൻ അവർ റേറ്റിലേക്ക് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.